ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാനിന്ന് വന്നിരിക്കുന്നത് അക്കൗണ്ടൻസിയുടെ ഒരു ഏരിയയുമായിട്ടാണ്. നമുക്ക് നേരെ എങ്ങോട്ടേക്ക് പോവാം? ക്ലാസ്സിലോട്ട് പോവാം. ഓക്കെ, നമ്മളിന്ന് പറയാൻ പോകുന്നത് ബേസിക് അക്കൗണ്ടിങ് കോൺസെപ്റ്റുകളെ പറ്റിയാണ്. എന്തിനാണ് ഇത്തരത്തിലൊരു കോൺസെപ്റ്റ്? അതായത് നമുക്കറിയാം, നമ്മൾ അക്കൗണ്ട്സ് ചെയ്യുന്ന സമയത്ത് പലരും അത് ചെക്ക് ചെയ്യുന്നുണ്ടാവും അല്ലേ? നമ്മളിപ്പോൾ മന്ത്ലി ആണ് നമ്മളൊരു ഫേമിൻ്റെ അക്കൗണ്ട്സ് തയ്യാറാക്കുന്നെങ്കിൽ അത് ആർക്കൊക്കെ വേണ്ടി വരും? അതായത് സാധാരണഗതിയിൽ അക്കൗണ്ടൻ്റ് ആണ് നമ്മളത് പ്രിപ്പയർ ചെയ്യുക. അത് ചിലപ്പോൾ മന്ത് എൻഡ് ആകുമ്പോൾ ഓഡിറ്റർ അത് ചെക്ക് ചെയ്യും, പിന്നെ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഓണേഴ്സ് ചെക്ക് ചെയ്യും, അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടർ, ഇങ്ങനെ പലരും എന്ത് ചെയ്യുന്നുണ്ടാവും? ഇത്തരത്തിൽ നമ്മളെ അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്തത് ചെക്ക് ചെയ്യുന്നുണ്ടാവും അല്ലേ? അപ്പോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു തരത്തിൽ എഴുതി, ഇവിടെ നമ്മൾ എന്ത് എഴുതി? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു. ഇവിടെ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ നമ്മൾ എഴുതി. ഓക്കെ, അപ്പോൾ അക്കൗണ്ടൻ്റ് എഴുതി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ എന്ന് എഴുതി. അപ്പോൾ അത് നടന്ന ഡേറ്റ് എത്രയാണ്? 1-ാം തീയതി ആയിരിക്കും നടന്നിട്ടുണ്ടാവുക അല്ലേ? 1-ാം തീയതി നടന്നു. ഇത് പ്രിപ്പയർ ചെയ്യുന്നത് എവിടെ എപ്പോൾ ആയിരിക്കും? 31-നായിരിക്കും എന്ത് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുക? സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഈ 1-ാം തീയതി എന്തിനാണ് ഇവിടെ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തതെന്ന കാര്യം ചിലപ്പോൾ അക്കൗണ്ടിനോട് മറന്നുപോയിണ്ടാവും, അല്ലെങ്കിൽ എന്താണ് ചിലപ്പോൾ ഇവർക്ക് റിപ്പോർട്ട് കൊടുത്ത് തിരിച്ചു പോകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട് അവർ പറഞ്ഞിട്ടുണ്ടാവില്ല അക്കൗണ്ടൻറ്റ്. അപ്പോൾ ഇത്തരത്തിൽ ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടിങ് കോൺസെപ്റ്റ് എന്തിനാണെന്ന് വെച്ചാൽ, ഇവിടെ ഈ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്ത് എന്തിനാണെന്നുള്ളത് ഇവിടെ ആർക്കൊക്കെ മനസ്സിലാവണം? ഇവിടെ ശരിക്കും പറഞ്ഞാൽ അക്കൗണ്ടന്റിന് മനസ്സിലാവണം, കൂടാതെ ഓണർക്ക് മനസ്സിലാവണം, കൂടാതെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അങ്ങനെ ആർക്കാണെന്ന് വെച്ചാൽ അല്ലെ ഓഡിറ്റർ ആർക്കാ വെച്ചാൽ അവർക്കും കൂടി മനസ്സിലാവണം. അത്തരത്തിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? നമ്മുടെ അക്കൗണ്ടിങ് കോൺസെപ്റ്റുകൾ, അതിൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിനുവേണ്ടി തുടങ്ങിയൊരു കാര്യമാണ് ബേസിക് അക്കൗണ്ടിങ് കോൺസെപ്റ്റ് എന്നുള്ളത്. ഓക്കെ, നമുക്ക് നേരെ എന്ത് ചെയ്യാം? ഓരോ കോൺസെപ്റ്റുകളെ പറ്റി നമുക്ക് നോക്കാം. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. ഓക്കെ, ആദ്യത്താണ് GAAP അഥവാ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ. ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, അവിടെ refers to the rules or guidelines adopting for recording and reporting of business transaction in order to be uniformity. അതായത് ഒരേ രീതിയിലായിരിക്കണം എല്ലാവരും ചെയ്യേണ്ടത്. എങ്ങനെ ഒരേ രീതിയിൽ? അതായത് ഇപ്പോൾ ഒരു ട്രാൻസാക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ സെയിലിൻ്റെയോ പർച്ചേസിൻ്റെ ഒരു ട്രാൻസാക്ഷൻ വരികയാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഒന്നുകിൽ ബാങ്ക് ത്രൂ ആയിരിക്കും നടന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ക്യാഷ് കൊടുത്തിട്ടായിരിക്കും നടന്നിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ അവിടെ ബാങ്കോ അല്ലെങ്കിൽ ക്യാഷോ അവിടെ ഒന്നുകിൽ എന്ത് ചെയ്യണം? അവിടെ ഡെബിറ്റോ ക്രെഡിറ്റോ ചെയ്യണം അല്ലേ? അത്തരത്തിൽ ബാങ്കും അല്ലെങ്കിൽ ക്യാഷോ അവിടെ എന്തെങ്കിലും ഡെബിറ്റും ക്രെഡിറ്റും ചെയ്യുന്നുണ്ടെങ്കിൽ അതേപോലുള്ള ട്രാൻസാക്ഷൻസ് ഒരുപാട് ഫേമിൽ നടക്കുന്നുണ്ടാവും അല്ലേ? ഇതൊക്കെ ഒരേ രീതിയിലായിരിക്കണം എന്ത് വേണ്ടത്? നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഒരേ രീതിയിലായിരിക്കണം നമ്മൾ എഴുതേണ്ടത്. എങ്ങനെ എഴുതണം? അതായത് നമ്മൾ എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനോടും എല്ലാവരും, അതായത് എല്ലാ ഫേംസും ഒരേ രീതിയിലായിരിക്കണം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഒരേ പാറ്റേണിൽ, ഒരേ രീതി ആയിരിക്കണം എന്നല്ല, ഒരേ പാറ്റേണിൽ. നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യും അല്ലേ? അതിലത് കണ്ടന്റ് ഒക്കെ സെയിം ആയിരിക്കണം, അതെല്ലാം ഒരേപോലെ ആയിരിക്കണം അതിനകത്ത് കാര്യങ്ങളൊക്കെ ഉള്ളത്. അത്തരത്തിൽ എല്ലാവർക്കും ഒരു യൂണിഫോമിറ്റി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രധാനമായിട്ട് എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ പ്രകാരം നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും മറ്റു കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ്, അതായത് ആദ്യത്തെ കോൺസെപ്റ്റ് ആണ് ബിസിനസ് എൻറ്റിറ്റി. എന്താ ബിസിനസ് എൻറ്റിറ്റി എന്ന് പറയുന്നതാണ്? ബിസിനസ് എൻറ്റിറ്റി അസ്യൂംസ് ദാറ്റ് ബിസിനസ് ഹാഡ് എ ഡിസ്റ്റന്റ് ആൻഡ് സെപ്പറേറ്റ് എൻറ്റിറ്റി ഫ്രം ദി ഓണർ. നമുക്കറിയാം അവിടെ എ എന്നുള്ളൊരു വ്യക്തി അവിടെ ബി എന്നൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ് അല്ലേ? നമ്മളെ കണ്ണിൽ എന്താണ്? ബി എന്ന ബിസിനസിന്റെ ഓണറാണ് എ എന്ന വ്യക്തി, അതാണുള്ളത് അല്ലേ? ഓണറാണ് വ്യക്തി. പക്ഷെ അവിടെ നമ്മൾ ബിസിനസിന്റെ അല്ലെ അക്കൗണ്ട്സിന്റെ രീതിയിലേക്ക് വരുന്ന സമയത്ത്, ഇവിടെ പേർപ്പസ് ഓഫ് അക്കൗണ്ടിങ്ങിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഓണർ വേറെയാണ്, ബിസിനസ് വേറെയാണ്. ബിസിനസിന്റെ ഓണർ വേറെയാണ്, ബിസിനസ് വേറെയാണ്. അത്തരത്തിലൊരു കോൺസെപ്റ്റ് ഉണ്ട്. ആ കോൺസെപ്റ്റിലാണ് പ്രധാനമായും നമ്മൾ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതാണ് അവിടെ ചേർത്തിരിക്കുന്നത്. ദ പേർപ്പസ് ഓഫ് അക്കൗണ്ടിങ്, ദ ബിസിനസ് ആൻഡ് ഇറ്റ്സ് ഓണർ ആർ ടു ബി ട്രീറ്റഡ് ആറ്റ് ടു സെപ്പറേറ്റ് എൻറ്റിറ്റി. അവിടെ രണ്ടും രണ്ടായിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്? അവിടെ കാണുന്നത്. അതാണ് ഒന്നാമത്തെ കാര്യം. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. മണി മെഷർമെൻറ്റ്. എന്താ മണി മെഷർമെൻറ്റ് എന്ന് വെച്ചാൽ, നോക്കൂ, മണി മെഷർമെൻറ്റ് സ്റ്റേറ്റ് ദാറ്റ് ഓൺലി ദോസ് ട്രാൻസാക്ഷൻ ആൻഡ് ഹാപ്പണിങ് ഇൻ ആൻ ഓർഗനൈസേഷൻ വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി. അതായത് നമ്മളൊരു ട്രാൻസാക്ഷൻ ബിസിനസ് നടക്കുന്നുണ്ടെങ്കിൽ അത് ഏത് രൂപത്തിലായിരിക്കണം എക്സ്പ്രസ് ചെയ്യേണ്ടത്? മണിയുടെ രൂപത്തിലായിരിക്കണം അത് എക്സ്പ്രസ് ചെയ്യേണ്ടത്. അത്തരത്തിലുള്ളൊരു കോൺസെപ്റ്റാണ് മണി മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. നമ്മളെ ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസോ അല്ല എന്ത് കാര്യമായിക്കോട്ടെ, ആ കാര്യങ്ങളൊക്കെ എന്തിൻ്റെ ബേസിൽ വേണം? അതായത് മണീൻ്റെ ബേസിൽ, പൈസയുടെ ബേസിൽ വേണം അവിടെ എന്ത് ചെയ്യാൻ? എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത്തരത്തിലുള്ളൊരു കോൺസെപ്റ്റാണ് മണി മെഷർമെൻറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, നമുക്കറിയാം ഇത്തവണ
കോപ്പറേറ്റീവ് ബാങ്ക് പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, നിങ്ങൾക്കൊക്കെ അത് അറിഞ്ഞു കാണും, നിങ്ങളൊക്കെ അത് അറിഞ്ഞു കാണും. ഇവിടെ എത്രയാണ് 264 ഒഴിവുകൾ നമുക്കുണ്ട്. 264 ഒഴിവുകളോട് കൂടിയാണ് ഇത്തരത്തിൽ ഇവിടെ കോപ്പറേറ്റീവ് ബാങ്കിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു അവസരമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ കോമ്പറ്റേറ്റീവ് ക്രാക്കർ എന്നും പോലെ നിങ്ങളെ സഹായിക്കാൻ എന്നും മുന്നിൽ തന്നെയുണ്ട്. ഇത്തവണ നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ ന്യൂ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ബാച്ചിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ് നോക്കൂ. സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളുണ്ട്, ലൈവ് സെഷൻസ് ഉണ്ട്, മോഡൽ എക്സാംസ്, അതേപോലെ മെൻറ്റർഷിപ്പ് പ്രോഗ്രാം, ക്വറി ഹാൻഡ്ലിംഗ്, സ്റ്റഡി മെറ്റീരിയൽ, ഇത്തരത്തിൽ ഒരുപാട് ഫീച്ചേഴ്സോട് കൂടിയാണ് നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ എത്തുന്നത്. അപ്പോൾ മടിച്ചു നിൽക്കണ്ട, വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ. ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇത്തവണ ഞങ്ങൾ കണക്കാക്കുന്നു ഈ 264 ഒന്ന് നിങ്ങളാണെന്ന്. ഓക്കെ, അടുത്താണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. എന്താണ് ഇവിടെ പറയുന്നത് നോക്കൂ. അവിടെ ഈ ഒരു കോൺസെപ്റ്റ് പ്രകാരമാണെങ്കിൽ നമ്മളെ ബിസിനസ് കുറേ ലോങ് പീരീഡിലേക്ക് അവിടെ എന്ത് ചെയ്യുന്നുണ്ടാവും, അവിടെ ഉണ്ടാവും എന്നുള്ളൊരു തോന്നലാണ്, അല്ലെങ്കിൽ ഇന്നൊരു കോൺസെപ്റ്റാണ് ഇവിടെ പറയുന്നത്. അതായത് നമ്മൾ ബിസിനസ് തുടങ്ങുകയാണ്, ഏതെന്നുള്ളൊരു വ്യക്തി ബിസിനസ് തുടങ്ങുകയാണ്. അദ്ദേഹം ബിസിനസ് തുടങ്ങുമ്പോൾ എങ്ങനെ 2 വർഷത്തേക്കോ അല്ലെ 1 വർഷത്തേക്കോ ആയിട്ട് അയാൾ ബിസിനസ് തുടങ്ങേണ്ട ആവശ്യമില്ല അല്ലേ. നീണ്ടു നിൽക്കുന്ന ഒരു 20 കൊല്ലത്തേക്കോ അല്ലെങ്കിൽ 30 കൊല്ലത്തേക്കോ നീണ്ടു നിൽക്കുന്ന രീതിയിലായിരിക്കണം അയാൾ എന്ത് ചെയ്യുന്നത്, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. നമ്മളൊക്കെ അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യാം. അത്തരത്തിൽ നമ്മളെ ബിസിനസ് ഒരുപാട് കാലം വരെ, അതാണ് ലോങ് പീരീഡ് ഓഫ് ടൈമിൽ ഇറ്റ് വിൽ ബി നോട്ട് ബി ലിക്വിഡേറ്റഡ് ഇൻ ദി ഫോർസിയബിൾ ഫ്യൂച്ചർ. അതായത് അതിനെന്തുണ്ട്, കുറേ കാലം അത് നീണ്ടു നിൽക്കാൻ വേണം, അത് നീണ്ടു നിൽക്കാൻ സാഹചര്യമുണ്ട് എന്നൊരു കോൺസെപ്റ്റ് പ്രകാരമാണ് ഇവിടെ ഗോയിങ് കൺസേൺ. അതായത് ഒരുപാട് കാലം നമ്മൾ ബിസിനസ് ഉണ്ടാവും, അവിടെ ക്യാരി ഔട്ട് ചെയ്യും, കണ്ടിന്യൂ ചെയ്യും എന്ന രീതിയിൽ നിൽക്കുന്ന ഒരു കോൺസെപ്റ്റാണ് എന്താണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത അക്കൗണ്ടിങ് പീരീഡ്. അക്കൗണ്ടിങ് പീരീഡിൽ നമുക്കറിയാം, നമ്മൾ സാധാരണഗതിയിൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യപ്പോഴാണ് നമ്മൾ അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുമ്പോൾ ഏപ്രിൽ ടു മാർച്ച് ആണ് അല്ലേ. ഏപ്രിൽ ടു മാർച്ച് ആണ് നമ്മൾ അക്കൗണ്ടിങ് പീരീഡിൽ. ഈ ഒരു പീരീഡിൽ, ഈ ഒരു വർഷം ആണ് നമ്മൾ എന്തൊക്കെ നോക്കുക, നമ്മളെ ബിസിനസ്സിന് എത്രത്തോളം അവിടെ സെയിൽ നടന്നിട്ടുണ്ട്, എത്രത്തോളം അവിടെ പർച്ചേസ് നടന്നിട്ടുണ്ട്, എത്രത്തോളം എന്ത് നടന്നിട്ടുണ്ട്, അത് കൂടാതെ നമുക്ക് എന്തെങ്കിലും ബാഡ് ഡെപ്റ്റ് അങ്ങനെ കാര്യങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഇതിനൊക്കെ ഉപരിയായി നമുക്ക് എത്രത്തോളം ലാഭം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മൾ കണക്കാക്കുക ഏതാണ്, ഒരു പീരീഡ് ഓഫ് ടൈമിലാണ് അല്ലെ. ഇത്ര പീരീഡിൽ എത്ര ലാഭം, അങ്ങനെയൊക്കെ നമ്മൾ പറയാം. അത്തരത്തിൽ ഇവിടെ നമുക്ക് എന്താവശ്യമാണ്, നമ്മളെ പൊസിഷൻ, നമ്മളെ അസറ്റിൻ്റെയും ലാബിലിറ്റിയുടെയും പൊസിഷൻ നമുക്ക് അറിയണം ഇത്ര പീരീഡ് ഓഫ് ടൈമിൽ. അതിനുവേണ്ടി നമ്മൾ എന്ത് വേണം, ഒരു പീരീഡ് ഓഫ് ടൈമിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം. സോ അത്തരത്തിൽ നമുക്ക് ഉരുത്തിരിഞ്ഞു വന്ന കോൺസെപ്റ്റാണ് അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ് എന്നുള്ളത്. അതാണ് ഇവിടെ പറയുന്നത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ആൻ എന്റർപ്രൈസ് ആർ പ്രിപ്പയർ ടു നോ whether it has earning profit or incurred losses during that period and what exactly is the position of its assets and liability at the end of the period. അതായത് ആ ബിസിനസ് പീരീഡിൻ്റെ, നമ്മൾ കൊടുക്കുന്ന ബിസിനസ് പീരീഡിൻ്റെ എൻഡിൽ എത്രത്തോളം നമുക്ക് അവിടെ എന്തുണ്ട്, ലാഭമുണ്ട് നഷ്ടമുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ് പ്രകാരം പറയപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് ആണ്. എന്താ അവിടെ പറയുന്നത്, ഡ്യുവൽ ആസ്പെക്റ്റ് ആണ്. കാര്യം എന്താണ്, അവിടെ നമ്മൾ സാധാരണക്കാരനായ ഒരു ആള്, നമ്മുടെ നാട്ടിൻപുറത്തുള്ള സാധാരണക്കാരനാൾ അവിടെ ഒരു കട നടത്തുകയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും, അവിടെ നമ്മൾ സാധാരണ റെഗുലർ ബേസിൽ അല്ലെ ഓരോ ദിവസം നടക്കുന്ന കാര്യങ്ങളാണ് എഴുതി വെക്കുക. അപ്പോൾ അയാൾ എങ്ങനെ എഴുതി വെക്കുന്നു, ഒരു ദിവസം വന്ന വരവ്, ഒരു ദിവസം വന്ന ചെലവ് അല്ലേ. അങ്ങനെ ഒരു ദിവസം കഴിയുമ്പോൾ ആ ദിവസത്തിന്റെ അവസാനത്തിൽ അവരെന്ത് ചെയ്യും, ടോട്ടൽ ചെയ്യും. ടോട്ടൽ ചെയ്തിട്ട് അവരെ ചെലവ് മൈനസ് വരവ് എന്നാണ് നോക്കിയിട്ടാണ് അയാൾ ലാഭമാണോ നഷ്ടമാണോ എന്ന് മനസ്സിലാക്കുക അല്ലേ. അത്തരത്തിൽ 2 പീരീഡ് അവിടെ വരുന്നുണ്ട്, ഡ്യുവൽ ആസ്പെക്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ ഡ്യുവൽ ആസ്പെക്റ്റിലും, അതായത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ട്രാൻസാക്ഷൻ അവിടെ 2 തരത്തിലുള്ള എഫക്റ്റ് അവിടെ ഉണ്ട്. അതാണ് പറയാം. നോക്കൂ, എവറി ട്രാൻസാക്ഷൻ ഹാസ് എ ഡ്യുവൽ ഓർ ടു-ഫോൾഡ് എഫക്റ്റ് ഷുഡ് ദെയർഫോർ ടു റെക്കോർഡ് ഇൻ 2 പ്ലേസ്. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, 2 തരത്തിൽ 2 സ്ഥലത്തിൽ അവിടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. കൂടാതെ അവിടെ 2 രീതിയിൽ അവിടെ എഫക്റ്റും ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അടുത്ത് നോക്കാം മാച്ചിങ് കോൺസെപ്റ്റ്. വളരെ ഈസി ഉള്ള കോൺസെപ്റ്റ് ആണ് മാച്ചിങ്. അതായത് ഇവിടെ താരതമ്യം ചെയ്യാൻ നോക്കുന്നത്, അതായത് ഒരു പീരീഡ് ഓഫ് ടൈമിൽ നമുക്ക് വന്ന എക്സ്പെൻസ്, നമുക്ക് വന്ന ഇൻകം അല്ലെ, അല്ലെങ്കിൽ റവന്യൂ അല്ലെങ്കിൽ എക്സ്പെൻസ്, ഇത്തരത്തിൽ 2 കാര്യങ്ങൾ വെച്ച് നമ്മൾ താരതമ്യം ചെയ്യാണ്. താരതമ്യം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അതാണ് ഇവിടെ ചോദിക്കുന്നത്. ascertaining the amount of profit earned or the loss incurred during a particular period involved deduction to related expense from the revenue earned during that period. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ എക്സ്പെൻസും അതേപോലെ റവന്യൂവും ഇത് തമ്മിലുള്ള ഡിഫറൻസ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്,
കണ്ടുപിടിക്കുന്നുണ്ട്. അതിൽ കണ്ടുപിടിച്ചിട്ടാണ് അവിടെ എന്തുണ്ടാക്കുന്നത്, ഒന്നുകിൽ പ്രോഫിറ്റ് ആണോ അല്ലെങ്കിൽ ലോസ് ആണോ എന്ന് ഉണ്ടാക്കുന്നത് അല്ലേ. അത്തരത്തിൽ രണ്ടും കൂടി വെച്ചുകൊണ്ട് മാച്ചിങ് ചെയ്യണം നമ്മൾ, രണ്ടും കൂടി വെച്ചുകൊണ്ട് താരതമ്യം ചെയ്യുകയാണ്, എന്നിട്ടാണ് അവിടെ മനസ്സിലാക്കുന്നത്. സോ അത്തരത്തിലുള്ള ഒരു കോൺസെപ്റ്റാണ് മാച്ചിങ് കോൺസെപ്റ്റ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് എടുക്കാനുള്ള കോൺസെപ്റ്റുകൾ. നിങ്ങൾക്കറിയാം ഇതൊക്കെ അക്കൗണ്ട്സിൻ്റെ പ്രധാനപ്പെട്ട ഏരിയകളാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ നോട്ട്സും അതേപോലെ തന്നെ വൈഡായിട്ടുള്ള അതിൻ്റെ MCQs നമ്മൾ ഇൻഹൗസിലെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തോളൂ, വേഗം തന്നെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ PYQs മറ്റു കാര്യങ്ങളും നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം, കൂടുതലായിട്ട് ഒന്നിച്ച് മുന്നേറാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു ക്ലാസ്സിലൂടെ ഞാൻ അടുത്ത പുതിയ ടോപ്പിക്കായിട്ട് വരികയാണ്. അപ്പോൾ അതുവരെ ബൈ.